ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായ ദാവീദ് ഒരിക്കൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലി: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. അതൊരു നല്ല പ്രാർത്ഥനയാണ്, നല്ലൊരു പ്രതീക്ഷയാണ്. പ്രതീക്ഷ മാത്രം വെച്ച് പുലർത്തിയിട്ട് നമ്മൾ ഇരിക്കുന്നവരാകരുത്. മറിച്ച് നമുക്ക് ഒരു ശകലം പരിശ്രമശീലവും അധ്വാനശീലവും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾക്ക് വേഗത ഉണ്ടാവും. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. അതിനാധാരമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യത്തിൻ്റെ ഒരു ഭാഗം ഞാൻ ഓർമ്മിപ്പിക്കാം. അതിങ്ങനെയാണ്: ഞാൻ നിന്നെ സഹായിക്കും. ഏത് നിലയിലും ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയും. ഏത് നിലയിലും ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞത് ദൈവമാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ നമുക്ക് അത്രയും പ്രതീക്ഷയ്ക്ക് വകയില്ലായിരുന്നു. അല്ല, തീരെ പ്രതീക്ഷയ്ക്ക് വക വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മനുഷ്യൻ അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ ഉറപ്പ് പറയും, നാളെ ആളുണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം. അത്രേ ഉള്ളൂ. ക്ഷണികനാണ് നമ്മളൊരു ആവി പോലെ, ശ്വാസം പോലെ, ഒന്നുമില്ല, അവകാശപ്പെടാനൊന്നുമില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ നമ്മൾ കാണുന്നത്. ആത്മീയഗോളത്തിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ദൈവം ഒരു വഴി കാണിച്ചു തരും. അവിടേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ച കൂട്ടത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് യാചിച്ചുകൊണ്ട് ഒരിടത്ത് ഇരുന്നോളന്നല്ല. യാചിപ്പിൻ കിട്ടുമെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, തമ്പുരാൻ കൊണ്ട് തരും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് ഏലിയാവ് ഇരുന്നിടത്ത് അപ്പം കൊടുത്തു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതല്ല നമ്മുടെ കോണ്ടക്സ്റ്റ്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വീട്ടിൽ ഇരിക്കുകയല്ല. കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു: മുട്ടുവിൻ, മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. എന്നിട്ട് തീർത്തില്ല. പിന്നെ കർത്താവ് പറയുന്നത്: അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അപ്പോൾ നമ്മൾ യാചിക്കുന്ന ഒരു കാര്യം അത് മുട്ടണം. യാചിക്കുന്ന ഒരു കാര്യം നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. അത് ഉറപ്പായും സത്യദൈവമാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. വാക്ക് പാലിക്കുന്ന ദൈവമാണ്. വാഗ്ദത്തങ്ങളിൽ അവൻ വിശ്വസ്തനാണ്. പ്രതീക്ഷിക്കുക, ദൈവത്തിന് പ്രവർത്തിക്കായിട്ട്. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. നന്മ നേരുന്നു. ഗോഡ് ബ്ലെസ് യു.